പരിശുദ്ധ റജബ് പിന്നിട്ട് ഷഅബാനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും സ്വർഗത്തിന് പാകപ്പെടുത്താൻ വെച്ചിരിക്കുന്ന റമദാൻ. രണ്ടും ചേർത്താണല്ലോ നമ്മളെ പടച്ചത്. രണ്ടിലും മാലിന്യമില്ലാതെ തിരിച്ചു ചെല്ലണം. നമുക്ക് ശരീരത്തിലും മാലിന്യമില്ല. ശരീരം അള്ളാഹ്ക്ക് വഴങ്ങിയ ശരീരം, വണങ്ങിയ ശരീരം, മനസ്സും പടച്ചവന് കീഴ്പ്പെട്ട പരിശുദ്ധിയുള്ള മനസ്സ്, ഇത് രണ്ടുമായി പോകാനാണ് അള്ളാഹു താല റമദാൻ വെച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ അനുസരണത്തിൻ്റെ ആ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി പരിശുദ്ധമായ റജബ് മാസത്തിലെ നമുക്ക് നൽകിയ നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ ഏത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുമ്പിലും വഴങ്ങാൻ നമ്മുടെ ശരീരവും മനസ്സും പാകപ്പെടും. ഇതാ നിസ്കാരം മുടങ്ങാതെ 5 വഖത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഗുണം അതാ. ഷഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന സല്ലല്ലാഹു അലൈഹി യസൂമു ഷഅബാന കുല്ലു, ഷഅബാൻ മുഴുവൻ നോമ്പ് വയ്ക്കുമായിരുന്നു. എന്തിനാ? ഈ ശരീരത്തിൻ്റെ അനുസരണത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ പാകതകൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ വിധേയത്വത്തിലേക്ക് ആ ശരീരത്തെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് റമദാനെ ഉപയോഗിക്കണം. പൂർണ്ണാനുസരണമുള്ള ശരീരം. ആകാശ സീമകളിലേക്ക്, കവാടങ്ങളിലേക്ക് അത് എത്തുമ്പോൾ ഫുത്തിഹത് ലഹാ അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ താനേ തുറക്കും. താനേ തുറക്കും. റിമോട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? താനേ തുറക്കുന്ന ഡോറുകൾ. ആകാശ കവാടങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടി താനേ തുറക്കുമെങ്കിൽ അത് നമ്മുടെ നമസ്കാരങ്ങൾക്ക് വേണ്ടിയാണ്. അത്ര ശക്തിയുള്ള ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ മറക്കരുത്. പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാകുന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് പവിത്രമായ ചില മാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയും അതിലൊന്ന് നമ്മോട് വിട പറയുകയുമാണ്. ഇനി നാം അങ്ങോട്ട് പ്രവേശിക്കുന്നത് വളരെ പ്രാധാന്യവും പവിത്രതയുമുള്ള മറ്റൊരു മാസത്തിലേക്ക് കൂടിയാണ്. റമദാനിൻ്റെ ഒരുക്ക മാസങ്ങൾ എന്ന നിലയിൽ അതിനെയും നമുക്ക് റമദാൻ മാസം എന്ന് പറയാവുന്നതാണ്, അല്ലെങ്കിൽ റമദാനിൻ്റെ മാസം എന്ന് പറയാവുന്നതാണ്. നമുക്ക് റമദാൻ മാസം പലപ്പോഴും റമദാൻ 1 മുതൽ തുടങ്ങി 29-ലോ 30-ലോ അവസാനിക്കുന്ന ഒരു മാസമാണെങ്കിലും റമദാൻ്റെ മാസം എന്ന് ഈ മാസങ്ങളെ നാം ചേർത്ത് പറയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നമുക്ക് തെളിവുകളുണ്ട്. റജബാകുമ്പോഴേ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് റജബിലും ഷഅബാനിലും ബറക്കത്ത് ചെയ്തു തരണമേ. ബറക്കത്തുള്ള റജബും ഷഅബാനും ഞങ്ങൾക്ക് തരണമേ പടച്ചവനെ. ശേഷം നീ ഞങ്ങളെ ബറക്കത്തുള്ള റജബിലൂടെയും ഷഅബാനിലൂടെയും കടന്നുപോയ ഭാഗ്യവാന്മാർക്ക് പിന്നെ ഒന്ന് റമദാനിൽ എത്തിക്കിട്ടിയാൽ മതി. അതുകൊണ്ട് വബല്ലിഗ്നാ റമദാൻ, റമദാനിൽ ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ബറക്കത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചില്ല എന്നത് ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത് റജബിലും ഷഅബാനിലും ബറക്കത്ത് ചെയ്യണമേ, റമദാനിൽ ഒന്ന് എത്തിച്ച് തന്നേക്കണേ എന്നേ ഉള്ളൂ. എന്താണതിനർത്ഥം? റജബിലും ഷഅബാനിലും മുബാറക്കായ ബറക്കത്തുള്ള ഒരു റജബും ഷഅബാനും കിട്ടിയ ഒരാൾക്ക് റമദാനിൽ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നാണ് അതിനർത്ഥം. കാരണം അനുഗ്രഹീതമായ ബറക്കത്തുള്ള റജബും ഷഅബാനും നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാന് ഒരിക്കലും അത് ബറക്കത്തില്ലാതാകുന്ന പ്രശ്നമില്ല. ഒന്ന് എത്തുക എന്നതാണ് പ്രധാനമെന്ന്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതി, നമുക്ക് റമദാൻ മാത്രമാണ്. പക്ഷേ റമദാന് മുമ്പുള്ള ഈ 2 മാസങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ എത്ര പ്രാധാന്യപൂർവ്വം പരിഗണിച്ചിരിക്കുന്നു എന്ന് നാം കാണുക. എത്ര പ്രാധാന്യത്തോടു കൂടിയാണ്. ഈ മാസങ്ങളിലെ ബറക്കത്തുകളാണ് യഥാർത്ഥത്തിൽ റമദാനിലെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന മഹത്തായ ആ മാസത്തെ നമുക്ക് അർത്ഥവത്തായി നമുക്ക് സാക്ഷാത്കരിച്ച് തരുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ മുമ്പേ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരുങ്ങേണ്ടതുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട ചില മാസങ്ങളാണ് എന്ന്. അതുപോലെയാണ് ഇതും. അള്ളാഹു പറയുന്നു ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളാകുന്നുവെന്ന്. യഥാർത്ഥത്തിൽ ഹജ്ജ് മാസങ്ങളുണ്ടോ? നമുക്കറിയാം, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 5 ദിവസം വരുന്ന
ചില ദിവസങ്ങളുടേത് മാത്രമായ പരിപാടികളാണ്, കർമ്മ പരിപാടികളാണ് ഹജ്ജെങ്കിൽ, ആ ഹജ്ജിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത് അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ചില മാസങ്ങൾ തന്നെയാണ് ഹജ്ജെന്നാണ്. എന്താണ് അതിനർത്ഥം? ഹജ്ജായി മാറണമെങ്കിൽ ഹജ്ജിനായി അറിയപ്പെട്ട ചില മാസങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തുമ്പോഴേ ഹജ്ജാകൂ എന്നാണ്. ഇത് തന്നെയാണ് ഇവിടെ റമദാനിലും നാം കാണുന്നത്. എല്ലാത്തിനും വേണം ഒരു ഒരുക്കം, എല്ലാത്തിനും വേണം ശാരീരികമായ ഒരുക്കം, എല്ലാത്തിനും വേണം മാനസികമായ ഒരുക്കം, സജ്ജീകരണം. ഇത് രണ്ടുമില്ലാതെ നമ്മൾ ഏതിനെ സമീപിച്ചാലും അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഹജ്ജിനായി ഒരുങ്ങുന്നവർ, അവർ ഹജ്ജിന് മുമ്പേ ഉള്ള മാസങ്ങളിൽ ഹജ്ജുകാരനാണ്, ഹജ്ജ് ചെയ്യാനാണ് താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന ബോധത്തോടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് തന്നെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ചേർക്കുന്ന പരിപാടികളിലൂടെ കടന്നു പോയാലല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഹാജിയാവുന്നില്ല എന്നാണല്ലോ ഹജ്ജ് ചില മാസങ്ങളിലാണ് എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ റമദാനും ചില മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മാസങ്ങൾ നമ്മുടെ റമദാനെ നിർവചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ റമദാൻ നമുക്ക് എന്താണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന്, റമദാൻ നമുക്ക് എന്താണ് നേടിത്തരാൻ പോകുന്നതെന്ന്, റമദാനിൽ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഈ മാസങ്ങൾ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആ ഒരു വലിയ ദുആയിൽ, അള്ളാഹുവെ റജബിലും ഷഅബാനിലും ബർക്കത്ത് തന്ന് റമദാനിലേക്കൊന്ന് എത്തിച്ചു തന്നാൽ മതി എന്ന് പറയുന്ന ആ ദുആയിൽ റമദാൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ ഒരുക്കങ്ങൾ എവിടെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ചുമുള്ള വളരെ വ്യക്തമായ സൂചനകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീർച്ചയായും റമദാൻ മുതൽക്കൂട്ടാകും. പലർക്കും റമദാൻ പലവട്ടം വന്നുപോയി, ഋതുഭേദങ്ങളെന്ന പോലെ റമദാനും വന്നു പോവുകയാണ്. പക്ഷേ ഈ വന്നു പോകുന്ന റമദാൻ നമ്മളിൽ എന്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു? റമദാൻ എന്തിനാണ്? നമ്മളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ്. റമദാൻ യഥാർത്ഥത്തിൽ മനുഷ്യനെ അവൻ്റെ ജീവിത ലക്ഷ്യത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താനാണ്. ഓരോ ദിവസത്തെയും നമസ്കാരങ്ങൾ, ഓരോ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയങ്ങൾ, ഇടവേളകൾ, വീണ്ടും വീണ്ടും ആഴ്ചകളിൽ അവനെ തേടിയെത്തുന്ന ജുമുഅകൾ, ഓരോ വർഷത്തിലും റമദാൻ പിന്നിട്ട് അടുത്ത റമദാനിലേക്ക് അവൻ എത്തിച്ചേരുന്നതിനിടയിലുള്ള ഇടവേളകളും അവനിലേക്ക് വന്നു ചേരുന്ന റമദാനുമൊക്കെ അവൻ്റെ ജീവിതയാത്രയെ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിന് അവനെ പ്രാപ്തനാക്കുന്ന വലിയ പദ്ധതികളാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാകണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വയ്ക്കേണ്ടത് എന്ന് സൂചിപ്പിക്കപ്പെടുകയാണിവിടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിൽ നാം നമ്മെ പാകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റമദാൻ വന്നിട്ട് നമ്മൾ അടുത്ത ഒരു റമദാന് മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വന്നാലും നമുക്കൊരു നഷ്ടവും പറ്റരുത്, ഒരു പരിക്കും പറ്റരുത്. എന്തിനാണോ ജീവിതം തന്നത് ആ ലക്ഷ്യം നേടി പരലോകത്തിൽ വിജയശ്രീലാളിതനായിട്ടുണ്ടാകാൻ നമുക്ക് ലഭിക്കുന്ന വലിയ സുവർണാവസരത്തിൻ്റെ പേരാണ് റമദാൻ. ഒരു റമദാൻ വന്നു പോയി അടുത്ത റമദാന് മുമ്പ് ഒരാൾ മരിച്ചാൽ അവൻ ഒരിക്കലും നരകം ഉണ്ടാവില്ല. കാരണം റമദാനിൽ അവന് സ്വർഗപ്രാപ്തിയിലേക്ക്, സ്വർഗഭാഗതയിലേക്ക് അവൻ ഉയർന്നിട്ടുണ്ട്. ഒരു റമദാൻ വന്നു പോയി അടുത്ത റമദാനിനകം അവൻ മരണപ്പെട്ടാൽ അവൻ ഏതാണ്ട് സ്വർഗം ഉറപ്പായിരിക്കും. ആ നിലയിൽ അവന് റമദാനെ ഉപയോഗിക്കാനാവണം. അതുകൊണ്ട് റമദാനിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ റജബിൽ വിത്തിടുകയും അതുപോലെ ഷഅബാനിൽ വെള്ളം പകരുകയും റമദാനിൽ വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു നിരന്തരമായ തുടരൻ പ്രക്രിയയായി റമദാനിൻ്റെ ഈ ദിവസങ്ങളെ നാം തിരിച്ചറിയുമെങ്കിൽ നമുക്ക് പണി ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ടെന്നല്ല, നാം നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു എന്ന കാര്യം റജബ് 27 ഏറ്റവും സംഭവബഹുലമായ പരിശുദ്ധമായ മിഅ്റാജിൻ്റെ സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. നമസ്കാരം അള്ളാഹു ഈ സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് അള്ളാഹുവുമായുള്ള അവൻ്റെ ഇബാദുകളുടെ ഉടമയുമായി അടിമയുടെ ബന്ധത്തെ അള്ളാഹു വിളക്കി ചേർത്ത പരിശുദ്ധമായ റജബ് 27 അള്ളാഹുവിൻ്റെ റസൂലിനെ ആകാശ സീമകളിലേക്ക് അത്ഭുതകരമായ നിലയിൽ യാത്ര ചെയ്യിച്ച പടച്ച തമ്പുരാൻ
അവിടെ കൊണ്ടുപോയി കൊടുത്ത് വിട്ട ഒരു ഗിഫ്റ്റ്, ഇത്രയും വലിയ ഒരു യാത്ര. സാധാരണ നമ്മളൊക്കെ പുറത്തേക്ക് പോകാറുണ്ടല്ലോ, അവിടെ വിദേശ നാടുകളിലേക്കൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്കൊക്കെയായി നമ്മൾ ക്ഷണിക്കപ്പെടുകയോ വിളിക്കപ്പെടുകയോ ഒക്കെ പോകുമ്പോൾ നമ്മൾ പോയി മടങ്ങി വരുമ്പോൾ നല്ലൊരു സമ്മാനം, മനസ്സ് നിറയുന്ന ഒരു സമ്മാനം തന്നുവിടണമെന്ന് സംഘാടകർക്ക് നിർബന്ധമുണ്ടാകാറുണ്ട്. നല്ല സമ്മാനങ്ങൾ സന്തോഷിപ്പിച്ച് വിടും, നല്ല പാരിതോഷികം, നല്ല ഗിഫ്റ്റ് കൊടുക്കും. അള്ളാഹു അവൻ്റെ ഹബീബിനെ ലോകത്തെ അമ്പരപ്പിക്കുന്ന നിസ്തുലമായ ടൈം ട്രാവലിംഗ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞുവല്ലോ, അതിനെയും വെല്ലുന്ന, അങ്ങനെ പറഞ്ഞാലും പോരാ, അതിനെയും വെല്ലുന്ന ഒരു മഹായാത്ര ചെയ്യിച്ച് അള്ളാഹുവിൻ്റെ സവിധത്തിൽ കൊണ്ടുപോയി മടക്കി വിട്ടപ്പോൾ കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണ് എന്ന് നാം ഒന്ന് ആലോചിച്ചാൽ മതി. നമസ്കാരത്തിന് പടച്ച തമ്പുരാനോടുള്ള ബന്ധത്തിൽ എത്ര വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ. നമസ്കാരവുമായി നിത്യശീലം പുലർത്താൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർക്കത് മനസ്സിലാവുക തന്നെ ചെയ്യും. നമസ്കാരം ശീലമാക്കിയ ഓരോ അള്ളാഹുവിൻ്റെ ഇബാദുകളും അവൻ്റെ പ്രശ്നങ്ങളിൽ നമസ്കാരം കൊണ്ട് പടച്ച തമ്പുരാനെ ഇടപെടിച്ചുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നുണ്ടെന്ന് അവരവരവരുടെ അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞു തരാതിരിക്കില്ല. അത്രയും അത്ഭുതകരമായ, കൈകളിൽ ഭൗതികമായതൊന്നുമില്ലാതിരിക്കുമ്പോഴും 2 റക്അത്ത് നമസ്കാരം കൊണ്ട് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുപോലെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ആൾക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളില്ല എന്ന് നമസ്കാരത്തെ അനുഭവിച്ചറിഞ്ഞവൻ നമ്മോട് പറയുമ്പോൾ അത്രയും വലിയൊരു സമ്മാനം, ഒരു പക്ഷേ 1 കോടി കൊടുത്താൽ അത് കിട്ടുമോ? അല്ലെങ്കിൽ ഒരു വലിയ ഫ്ലാറ്റ് കൊടുത്താൽ അത് കിട്ടുമോ? ഫ്ലാറ്റുള്ളവർക്കും കോടികളുള്ളവർക്കും അതുപോലെ പദവികളുള്ളവർക്കും സ്ഥാനമാനങ്ങളുള്ളവർക്കും എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ശാരീരിക പ്രശ്നങ്ങളാണ്, മാനസിക പ്രശ്നങ്ങളാണ്, അപരിഹാര്യമായ എത്രയെത്ര പ്രശ്നങ്ങളാണ്. പക്ഷേ ഏത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന അത്ഭുതകരമായ, ആഗോള സ്വാധീനമുള്ള ഒരു അത്ഭുതകരമായ ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ദൂതൻ്റെ കൈവശം അള്ളാഹു ഏൽപ്പിച്ച് നൽകിയതാണ് നമസ്കാരം. ആ നമസ്കാരത്തെ വില മതിക്കേണ്ടതുപോലെ നമുക്ക് മതിക്കാനാവുന്നുണ്ടോ, അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നിസ്കാരമില്ലാതെ, ഫറളായ നിസ്കാരത്തിൽ പോലും വീഴ്ച വരുത്തിയിട്ട് അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന പ്രയാസങ്ങൾ അവനെ വേട്ടയാടുമ്പോൾ അവൻ അലമുറയിടുകയാണ്, മറ്റ് തെറ്റായ വഴികൾ സ്വീകരിക്കുകയാണ്, പോം വഴികൾ തേടുകയാണ്. പക്ഷേ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന അവൻ്റെ ഒരടിമയ്ക്ക് ഈ ലോകം പണിത് ഈ ലോകത്ത് സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ ജീവിതത്തിന് അവസരം നൽകിയ പടച്ച തമ്പുരാനോട് അവനൊന്ന് മനസ്സുകൊണ്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് തയ്യാറാകാത്ത ഒരു വ്യക്തിയെ അള്ളാഹു എന്തിനു പരിഗണിക്കണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി പുറത്തേക്ക് ഒരു അംബാസഡറായി രാജ്യം ഒരാളെ പുറത്തേക്ക് അയക്കുകയാണ്. അയാൾക്കവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, മികച്ച എംബസി, ആവശ്യത്തിന് വേണ്ടത്ര അളവിൽ സ്റ്റാഫ് സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത ആ വ്യക്തി തന്നെ നിയോഗിച്ച രാഷ്ട്രത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളോട് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നിരന്തരമായി ഒന്ന് ബന്ധം സ്ഥാപിക്കാൻ, ഒരു ഹോട്ട്ലൈൻ, ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ കിട്ടിയ സൗകര്യങ്ങളിൽ അഭിരമിച്ച് അംബാസഡർ എന്ന പദവിയുടെ പേരിൽ മേനി നടിച്ച് അവൻ അവിടെ അങ്ങനെ കഴിയുകയാണെങ്കിൽ അവനെ രാജ്യം എന്തായിരിക്കും ചെയ്യുക? അവനെ തിരിച്ചു വിളിക്കുകയും പണിഷ് ചെയ്യുകയും അവൻ്റെ പദവികളിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുമെന്ന പോലെ അള്ളാഹു ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മനുഷ്യനെ ഈ ഭൂമിയിൽ ആരായിട്ട് അയച്ചേ? അംബാസഡർ, ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധി. അള്ളാഹുവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത അവൻ്റെ വിശിഷ്ട സൃഷ്ടി, മറ്റൊരു ജീവിക്ക് നൽകിയിട്ടില്ലാത്ത അത്ഭുതകരമായ സിദ്ധിവൈഭവങ്ങളാൽ അനുഗ്രഹീതനായവൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ രാത്രിയിൽ വിശ്രമിക്കുന്ന, പകല് കണ്ണുമിഴിക്കുമ്പോൾ പ്രകാശം പൊഴിച്ചു നിൽക്കുന്ന സൂര്യനെ കാണുന്ന, വർണ്ണ വൈവിധ്യങ്ങളുടെ നടുവിലൂടെ വളരെ സുഖശീതളമായ അന്തരീക്ഷത്തിൽ നമ്മളെ ജീവിപ്പിക്കുന്ന പടച്ച തമ്പുരാനെ നമുക്കൊന്നോർക്കാൻ അള്ളാഹു തന്നിരിക്കുന്ന ആ ഓർമ്മയിലൂടെ നാമും അള്ളാഹുവും തമ്മിൽ ലിങ്കാകാൻ, അതിലൂടെ നമ്മുടെ അധികാര കേന്ദ്രമായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന വിധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അവസരമാണിത്. നമസ്കാരം എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി.
നമുക്കതിന് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, ഇന്ന അവ്വല മാ യുസ്അലു അനിൽ അബ്ദി യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാ. തീർച്ചയായും ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ അള്ളാഹു ആദ്യമായി അന്ത്യനാളിൽ വിചാരണയ്ക്ക് വെക്കുന്നത് അവൻ്റെ നിസ്കാരമാണ്. നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർ കുറേ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? പരോപകാരമല്ലേ ചെയ്യേണ്ടത്? ജീവകാരുണ്യം. ഞാൻ നിസ്കരിക്കുന്നൊന്നുമില്ലെങ്കിലും ഞാൻ ഒത്തിരി ചെയ്യുന്നവനാണെന്നൊക്കെ ഭാവിക്കുന്നവനുണ്ട്. പക്ഷെ പടച്ച തമ്പുരാൻ ഇവന് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തതാരാ? ഇവന് ജീവൻ നൽകിയതാരാ? ജീവിതം നൽകിയതാരാ? അംഗപ്രത്യംഗ പൊരുത്തം നൽകിയതാരാ? ഈ അംഗങ്ങൾക്ക് പ്രവർത്തനശേഷി നൽകിയതാരാ? ചെയ്യണമെന്നുള്ള തോന്നൽ നൽകിയതാരാ? ചിന്തകളും ഭാവനകളും ബുദ്ധിയും ഉൽപ്പാദിപ്പിച്ചവനാരാ? അവനെ നിരാകരിച്ചിട്ട് അവനെ ഒന്ന് ഓർക്കാൻ പോലും കൂട്ടാക്കാതെ പരോപകാരം ചെയ്ത് പടച്ചതമ്പുരാൻ്റെ പ്രിയങ്കരനാകാമെന്ന് ഭാവിക്കുന്നവനേക്കാൾ വലിയ മൂഢനുണ്ടോ? അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കാരം അത്ര വലുതാ. ആദ്യം വിളിച്ചു നിർത്തിയിട്ട് അള്ളാഹ് ചോദിക്കുക, നിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്നാ. ഫൈൻ തുഖുബിലത് മിൻഹു സലാത്തു, അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. നോക്കൂ, അപ്പം നിസ്കരിച്ചാലും പോരാ, നിസ്കാരം സ്വീകാര്യമായ നിസ്കാരമാകണം. സ്വീകരിക്കുന്ന നിസ്കാരം അത് വലിയ കാര്യമാണ്. നിസ്കരിച്ചു, ഞാൻ എത്ര നിസ്കരിച്ചു എന്നിട്ടും ചില ആളുകളുണ്ട് ഇട്ടെറിഞ്ഞു പോകുന്ന ആളുകൾ. നിസ്കരിച്ചാൽ പ്രശ്നം തീരുമെന്നൊക്കെ ഉസ്താദ് പറഞ്ഞ്, എന്നാൽ അതും പരീക്ഷിച്ച് കളയാം. പലതും പരീക്ഷിച്ചിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അതും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അവനങ്ങ് തുടങ്ങിക്കളഞ്ഞു നിസ്കാരം. അവസാനം ഒരു മാസം കഴിഞ്ഞു, അവൻ്റെ പ്രശ്നം അങ്ങനെ അങ്ങൊന്നും പരിഹരിക്കുന്നില്ല പോൽ. ഉടനെ അവൻ എല്ലാം താഴെ വെച്ച് അവനങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. എത്ര നിസ്കരിച്ചു, എത്ര പ്രാർത്ഥിച്ചു? എന്നോടങ്ങനെ പറഞ്ഞ ചിലരുണ്ട്. ഒരുപാട് നിസ്കരിച്ചു ഉസ്താദെ, ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ പറയുന്നത്? നിസ്കരിച്ചാലും പ്രാർത്ഥിച്ചാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലെന്നോ? ആരാണിത് പറഞ്ഞത്? നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം. ഫൈൻ തുഖുബിലത് സലാത്തുഹു. നിസ്കാരമെന്ന് പറയുന്നത് ഒരു ചടങ്ങായി നമ്മൾ കാണരുത്. നമസ്കാരം സ്വീകരിക്കപ്പെട്ടാൽ അവൻ്റെ മറ്റ് കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ടിരിക്കും. കാരണം നിസ്കാരമാണ് അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ്. അതിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പരിശോധന. കാരണം വൈൻ റുദ്ദത്ത്, ആ നമസ്കാരം തള്ളപ്പെട്ടാൽ റുദ്ദത്ത് സലാത്തുഹു റുദ്ദ സായിറു അമലിഹി, അവൻ്റെ മറ്റ് കർമ്മങ്ങളും തള്ളപ്പെടും. നമസ്കാരം ചൊവ്വിന് ചെയ്തിട്ടില്ലാത്തവൻ്റെ കർമ്മങ്ങൾ അള്ളാഹ്ക്കു വേണ്ട. കാരണം അദൃശ്യനായ അജയ്യനായ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടുകൂടി ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മറ്റ് കാര്യങ്ങളിൽ കുഴപ്പം വരൂല എന്ന് അള്ളാഹുവിന് ഉറപ്പുണ്ട്. അതേസമയം നമസ്കാരത്തിൽ അവൻ അലംഭാവമാണ് കാണിച്ചതെങ്കിൽ അവൻ്റെ ഉള്ള് നല്ലതല്ല. പടച്ച തമ്പുരാൻ എന്ന് പറയുന്ന തൻ്റെ എല്ലാമായ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും അവൻ ചെയ്തത് നല്ല പ്രവർത്തനങ്ങളല്ല, ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളല്ല. അള്ളാഹുവിന് കുറേ മല പോലെ കൂമ്പാരം പോലെ കുറേ കർമ്മങ്ങളല്ല വേണ്ടത്. കർമ്മങ്ങൾ കണ്ട് ഞെട്ടുന്നവനല്ല അള്ളാഹ്, മറിച്ച് ആ കർമ്മങ്ങളുടെ പിന്നിലുള്ള നല്ല മനസ്സാണ് വേണ്ടത്, ഉദ്ദേശശുദ്ധിയാണ് വേണ്ടത്. അള്ളാഹുവിനെ അംഗീകരിച്ചും അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടും അവൻ്റെ ഉപകാരങ്ങൾക്ക് നന്ദി ചെയ്തും അവനെ പ്രതീക്ഷിച്ചും അവനെ ഭയപ്പെട്ടും ആണോ ഒരു കാര്യം ചെയ്തതെന്ന് അള്ളാഹു നോക്കുമെന്ന്. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. വഅലമു അന്ന അഹമ്മ അംറക്കും ഇൻദി അസ്സലാ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കർമ്മം അത് നമസ്കാരമാണ്. ഫമൻ യളഉഹാ ഫഹുവ ലിഗൈരിഹാ അളിയ. യുളയ്യിഉഹാ, ആര് അതിനെ പാഴാക്കിയോ, നമസ്കാരത്തെ ഒരാൾ പാഴാക്കിയത് ആരോ, ഫഹുവ ലിഗൈരിഹാ അളിയഉ, മറ്റെല്ലാം കൂടുതൽ പാഴാക്കുന്നവനായിരിക്കും അവൻ എന്നാണ് അള്ളാഹുവിൻ്റെ വിലയിരുത്തൽ. നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവൻ അവൻ്റെ ഒരു രംഗത്തും കൃത്യതയുണ്ടായിരിക്കില്ല. നമ്മൾ ആരെയെങ്കിലും കുറിച്ച് അവൻ അങ്ങനെയല്ല, അവിടെ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല എന്നൊക്കെ ആരെക്കുറിച്ചെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളവരുടെ നമസ്കാരം പരിശോധനയ്ക്ക് വെച്ചോളൂ. നിഷ്ഠയുള്ള കൃത്യതയുള്ള നിസ്കാരമുണ്ടെങ്കിൽ അവൻ്റെ ഒരു കാര്യവും അവൻ പാഴായി ചെയ്യൂല. സാമ്പത്തിക കാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളായാലും സാമൂഹിക പ്രശ്നങ്ങളായാലും രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളായാലും പരിപാലന ഉത്തരവാദിത്വങ്ങളായാലും വീഴ്ച വരുന്നതിന് കാരണം നിസ്കാരത്തിലെ ശ്രദ്ധക്കുറവാണ്. ഞാൻ മുമ്പത് പറഞ്ഞല്ലോ, അല്ലാഹു തആല പള്ളിയുടെ പരിപാലനത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് തന്നെ എന്താ പറഞ്ഞത്? ആദ്യം അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുക, അതിനുശേഷം അഖാമുസ്സലാത്ത നമസ്കാരം നിലനിർത്തുക.
ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആകട്ടെ. എന്നിട്ട് നമസ്കാരം, സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കുക, സാമ്പത്തിക കാര്യങ്ങളിലെ വിശുദ്ധി സൂക്ഷിക്കുക എന്നതിൻ്റെ മുമ്പേ 2 പടികൾ കടന്നു പോകാനുണ്ട്. അത് ശരിയാകണമെങ്കിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞതാണ്. അതുകൊണ്ട് നമസ്കാരം നന്നാക്കുക, എല്ലാം നന്നാവും. നമസ്കാരം നന്നാക്കിയാൽ എല്ലാം നന്നായിക്കോളും. നല്ല നിസ്കാരത്തിന് ഊന്നൽ കൊടുക്കണം. ചില ആളുകൾ ഊന്നൽ സാമൂഹിക കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞു കളയും, നിസ്കാരത്തിനല്ല. ആരാ പറഞ്ഞേ? സാമൂഹിക കാര്യങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ, ഭൗതിക ലക്ഷ്യങ്ങളില്ലാതെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ അവൻ ആത്മാർത്ഥതയുള്ള നിസ്കാരക്കാരനാകണമെന്ന് അള്ളാഹുവാണ് പറയുന്നത്. അവൻ്റെ ഹബീബാണ് നമ്മളോട് പറയുന്നത്. നന്നായി നമസ്കരിക്കുക എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. ഇന്നൽ അബ്ദ ഇദാ സ്വല്ലാ ഫാഹിസന സ്വലാ, ഒരു ദാസൻ നമസ്കരിച്ചു, നന്നായി നിസ്കരിച്ചു. നോക്കൂ, നിസ്കരിച്ചു എന്നല്ല, നന്നായി നിസ്കരിച്ചു. അതിനു മുമ്പ് പറയുന്നുണ്ട്, ഇതാ തവല്ല, അവൻ ഒളുവെടുത്തു, ഫാഹിസന ഉളു അഹു, അവൻ്റെ ഒളു നന്നായി എടുത്തു. ഒളു എടുക്കലിന് വല്ല നന്നായി എടുക്കലുണ്ടോ? മോന്തയും കൈയും കാര്യം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളുവല്ലേ നമ്മുടെ? അല്ല, ഒളുവിൽ പോലും ജാഗ്രത വേണം. ഒളുവിൽ പോലും അള്ളാഹുവിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന അവിടെ പോലും അവൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത അള്ളാഹുവിലേക്ക് തിരിയണം. നല്ല ഒളുവെടുത്ത് നന്നായി നിസ്കരിച്ചാൽ സഇദത്ത് വലഹാ നൂറുൻ, ആ നമസ്കാരം ആകാശ സീമകളിലേക്ക് ഉയർന്നു പോകും. ആകാശത്തേക്ക് അതെന്ത് ചെയ്യും? ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ കാണുന്നില്ലേ? ആകാശം പിടിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹ് വെച്ച സംവിധാനം നമ്മുടെ കർമ്മങ്ങളെ അത് ഉപയോഗിക്കാൻ പഠിച്ചപ്പോഴാണ് ടെലികാസ്റ്റൊക്കെ സാധിച്ചത്. ഇതങ്ങ് പൊങ്ങിപ്പോവും. സഇദത്ത്, അത് ഉയർന്നു പോകും. വലഹാ നൂറ്, അതിന് വല്ലാത്തൊരു പ്രകാശമുണ്ടാകും. ഫൈദന്തഹത്തില അബുവാബി സമാ, ആകാശ സീമകളിലേക്ക്, കവാടങ്ങളിലേക്ക് അത് എത്തുമ്പോൾ ഫുത്തിഹത്ത് ലഹാ അബുവാബു സമാ, ആകാശ കവാടങ്ങൾ താനെ തുറക്കും. റിമോട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? താനെ തുറക്കുന്ന ഡോറുകൾ. ആകാശ കവാടങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടി താനേ തുറക്കുമെങ്കിൽ അത് നമ്മുടെ നമസ്കാരങ്ങൾക്ക് വേണ്ടിയാണ്. അത്ര ശക്തിയുള്ള ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ മറക്കരുത്. വതഷ്ഫഉ ലിസാഹിബിഹാ, ആ നമസ്കാരം അതിൻ്റെ ഉടമയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടാകും പോവുക. വതഖൂൽ, അത് പറയും, ഹഫിളക്കല്ലാഹ് കമാ ഹഫിൽതനി, അള്ളാഹു നിന്നെ കാക്കട്ടെ, നീ എന്നെ കാത്തതുപോലെ. നന്നായി എന്നെ, നല്ലൊരു നമസ്കാരമായി എന്നെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നീ അവതരിപ്പിച്ചുവല്ലോ, നിന്നെയും അള്ളാഹു കാത്തുകൊള്ളട്ടെ എന്ന് അത് പ്രാർത്ഥിക്കുമത്ര. നമസ്കാരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. എന്നിട്ട് അതിൻ്റെ മറുപുറവും പറയുന്നുണ്ട്, വഇദാ അസാഅ ഫീ സലാത്തിഹി, അവൻ നമസ്കാരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ, തെറ്റായി പ്രവർത്തിച്ചാൽ, ഫലം യുത്തിമ്മ റുക്കൂഅഹ, നന്നായി റുക്കൂഅ് ചെയ്തില്ല, പൂർത്തിയായി ചെയ്തില്ല, കാക്ക കൊത്തുന്നത് പോലെ എന്ന് ഹദീസിലുണ്ട്. അങ്ങ് കുനിഞ്ഞു, അങ്ങ് നിവർന്നു, അമ്മട്ടിലാണ് അവൻ ചെയ്തതെങ്കിൽ, വസുജൂദഹ, അതിൻ്റെ സുജൂദിനെയും പൂർത്തിയാക്കിയില്ല, വഹുദൂദഹ, അതിൻ്റെ നിയമങ്ങളെയും അവൻ പൂർണ്ണമായി പാലിച്ചില്ലെങ്കിൽ, സഇദത്ത്, അതും ഉയരും ആകാശത്തേക്ക്, വലഹാ ളുൽമ, അതിനൊരു ഇരുളായിരിക്കും. നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തെക്കുറിച്ച് വല്ലതും നമ്മൾ ഓർക്കണ്ടോ? ഇതെന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? നിസ്കരിച്ചിട്ട് അങ്ങോട്ട് പോവുക അല്ലേ? ഈ നിസ്കാരം എങ്ങനെ ഉയർന്നു ആകാശത്തേക്കൊന്ന് ഓർത്തിട്ടാണോ നിസ്കരിച്ചിട്ട് പോണത്? എന്തൊരു വലിയ കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന്, ആകാശപ്പരപ്പുകൾ അതിനെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്ന്, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ സ്വീകാര്യതയും ഗൗരവവും എത്ര വലുതാണെന്ന് നിസ്കാരത്തെ വിലമതിക്കുക, നമ്മൾ അറിയുക നമ്മൾ. അതുകൊണ്ട് അതിന് ഇരുട്ടാണ്. ഫതഖൂലു ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനി, എന്നെ നീ പാഴാക്കിയല്ലോ, എനിക്ക് നീ ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ, അതുപോലെ അള്ളാഹ് നിനക്കൊരു വിലയും തരാതിരിക്കട്ടെ, നിന്നെയും അള്ളാഹ് അവഗണിക്കട്ടെ. നിസ്കാരം പറയുമെന്ന്, ശാപം മേടിക്കാൻ നിസ്കാരം. ഇത് രണ്ടിലേതിലാണ് നമ്മുടെ നിസ്കാരം നിൽക്കണേ? ആലോചിക്കേണ്ട സമയമാണിത്. വാർഷികം 27-ാം രാവിൽ അള്ളാഹു നമുക്ക് നൽകിയത് ഇവിടെ വെച്ച് കൊടുക്കാൻ കൊള്ളാത്തതാണ്, വിളിച്ചു വരുത്തി കൊടുത്ത ഗിഫ്റ്റാണത്. അള്ളാഹുമായുള്ള വലിയ ബന്ധം, ആകാശ സീമകളുമായി ബന്ധം സ്ഥാപിക്കാൻ കൊടുത്ത ആ നിസ്കാരത്തെ എങ്ങനെ, ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ, അതിലെങ്ങനെയാണ് നമ്മുടെ എന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്. നിസ്കാരം നിസ്സാരമല്ല കേട്ടോ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുക. ഫൈദന്തഹത്തില അബുവാബി സമാ, ആകാശ കവാടങ്ങളിലേക്ക് അത് അടുക്കുമ്പോൾ, ഉല്ലിഖത്ത് അബുവാബു സമ, കൊട്ടിയടച്ചു കളയും കവാടങ്ങൾ, അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. എൻ്റെയും നിങ്ങളുടെയും നിസ്കാരത്തിന് ഗതി കിട്ടാ പ്രേതം പോലെ ആ നമസ്കാരം അലയും. ദൂനഹാദിൻ്റെ മുമ്പിൽ സുമ്മ ലുഫത് കമാ യുലഫത് സൗബുൽ ഖലിഖു, പഴകിയ വസ്ത്രത്തിൻ്റെ തുണി ചുരുട്ടിയെടുക്കുന്നത് പോലെ അതിനെ ചുരുട്ടിയെടുക്കും നിസ്കാരത്തെ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ചുരുട്ടിയെടുക്കും. ഫയുളറബു ബിഹാ വജ്ഹു സാഹിബി, അവൻ്റെ മുഖത്തേക്ക് അത് വലിച്ചൊരേറ് കൊടുക്കുമെന്ന്. നമ്മൾ നിസ്കരിച്ചിട്ട് വരുത്തി വയ്ക്കുന്ന വിനയാണ്.
അള്ളാഹു ആ നമസ്കാരം ചുരുട്ടി നമ്മുടെ മോന്തയ്ക്കെറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന്. അങ്ങനെയുള്ള നിസ്കാരങ്ങളല്ല വേണ്ടത്, നല്ല നമസ്കാരങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന കാര്യം മറന്നു പോകരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് നമ്മളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നമസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്. നമ്മൾ നിസ്കാരത്തിന് വന്ന് നിൽക്കുന്ന ഒരാൾ അവന് അവൻ്റെ മുമ്പിലൂടെ ഒരാൾ നടക്കരുത്. എന്താണ് ആ മസല എന്താണ് വെച്ചേ? അള്ളാഹും ഇയാളും തമ്മിൽ ലിങ്കിലാണ്. നമ്മുടെ കൽബാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്നൊരു ഒരു തരംഗം അള്ളാഹുവിലേക്ക് നേരിട്ട് പായുകയാണ്. അതാണ് കൽബിയായി അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിനിടയിൽ ഒരു മറയായി നമ്മൾ വർത്തിക്കരുതെന്നാണ്. വ്യക്തികൾ അവിടെ വന്ന് നിൽക്കരുത്. അതുകൊണ്ട് നമ്മളിപ്പോൾ നിസ്കാരത്തിന് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കാൻ യാതൊരു മടിയില്ല. അദബ് പോയി ഈ സമുദായത്തിന്. അള്ളാഹുവുമായി അവൻ്റെ ഒരടിമ മുനാജാത്ത് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അവൻ്റെ മുമ്പിലൂടെ തേരാപ്പാര നടക്കുന്ന അദബ് കെട്ട മര്യാദ കെട്ട വർഗമായി പോയി പടച്ചവനെ അനാദരിക്കുകയാണ്. അത് നമ്മളിൽ വരരുത്. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അന്നദറൽ മാറ ബൈന യദയിൽ മുസല്ലി, നമസ്കാരത്തിൻ്റെ മുമ്പിൽ നടക്കുന്നവനെ തടയാൻ. വൈൻ അബാ ദറഅനാഹു, ഇനി അവൻ എന്നിട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവനെ തള്ളി മാറ്റിക്കൊള്ളാൻ. വൈൻ അബാ ലത്തംനാഹു, എന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ കാരണം നോക്കി ഒന്ന് അടിച്ചുകൊള്ളാൻ പറഞ്ഞു റസൂലുള്ളാഹി. നോക്കൂ എത്ര വലിയ കാര്യമാണ്. നമ്മൾ വല്ല വിലയും കൊടുക്കണ്ടോ? അള്ളാഹും നമ്മളും തമ്മിൽ ലിങ്കാകുന്നതിനിടയിൽ തടസ്സം നിൽക്കാൻ വന്ന ഇവൻ, എന്നിട്ട് റസൂൽ ഫൈന്നമാഹു ഷൈത്താൻ, കാരണം അങ്ങനെ ഇത്രയും ചെയ്തിട്ടും അവൻ പിന്നെയും പിടിവാശിയോടുകൂടി അതിലെ വന്നെങ്കിൽ അവനൊരു ഷെയ്ത്താനാണ്. ഫൈന്നമാ ലത്തമത്ത് ഷെയ്ത്താൻ ലുത്തിമത് ഷെയ്ത്താൻ, അടിച്ചത് ലത്തമത്ത ഷെയ്ത്താനൻ, നീ അടിച്ചത് ഒരു മനുഷ്യനെ അല്ല ഒരു പിശാചിനെയാണ് തല്ലിയത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഗൗരവമുണ്ട് നിസ്കാരത്തിനെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സമയത്തോർത്ത് ആ നിസ്കാരത്തെ ഒന്ന് നന്നാക്കിയെടുക്കിൻ. നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരങ്ങൾ നമ്മൾ ആലോചിക്കുകയും വേണം, ആസൂത്രണങ്ങൾ വേണം. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം നമസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നതിലാണ്. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ പരിശുദ്ധ റജബ് പിന്നിട്ട് ഷഅബാനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും സ്വർഗത്തിന് പാകപ്പെടുത്താൻ വെച്ചിരിക്കുന്ന റമദാൻ, രണ്ടും ചേർത്താണ് അല്ലാഹ് നമ്മളെ പടച്ചത്. രണ്ടിലും മാലിന്യമില്ലാതെ തിരിച്ചു ചെല്ലണം. നമുക്ക് ശരീരത്തിലും മാലിന്യമില്ല. ശരീരം അല്ലാഹ്ക്ക് വഴങ്ങിയ ശരീരം, വണങ്ങിയ ശരീരം, മനസ്സും പടച്ചവന് കീഴ്പ്പെട്ട പരിശുദ്ധിയുള്ള മനസ്സ്, ഇത് രണ്ടുമായി പോകാനാണ് അല്ലാഹു തആല റമദാൻ വെച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ അനുസരണത്തിൻ്റെ ആ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി പരിശുദ്ധമായ റജബ് മാസത്തിലെ നമുക്ക് നൽകിയ നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ ഏത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുമ്പിലും വഴങ്ങാൻ നമ്മുടെ ശരീരവും മനസ്സും പാകപ്പെടും. ഇതാ നിസ്കാരം മുടങ്ങാതെ 5 വഖത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഗുണം അതാ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടാൻ നമ്മുടെ മനസ്സ് പാകപ്പെടും. കല്യാണത്തിന് നിസ്കാരം മാറ്റി വയ്ക്കണമെന്ന് കിട്ടുകയല്ല. കടയിൽ തിരക്കുണ്ടെങ്കിൽ നിസ്കാരം മാറ്റി വയ്ക്കണം. ആ നിസ്കാരത്തെ അവഗണിക്കുകയാണവൻ. നിസ്കാരത്തെ അവഗണിക്കുകയാണവൻ. അവഗണിച്ചവന് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും, യാത്രയിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും കാറിലായാലും നിസ്കരിക്കണം. വേണ്ടേ? നിസ്കരിക്കുന്നുണ്ടോ? നമ്മൾ ഉണ്ടോ? ഒരു വഖത്ത് ഒഴിവാക്കാൻ ആർക്കുണ്ട് അവകാശം? 50 വഖത്ത് കൽപ്പിച്ചിട്ട് പലവട്ടം മാറിപ്പോയി 5 ആക്കി ചുരുക്കി നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന 5 നിസ്കാരം, അതിലും വേണേ അള്ളാഹ് ഇളവ് തന്നു. യാത്രയിലാണ് 2 ആക്കിക്കോളാൻ. അതും പറ്റൂല പോലും. കുറച്ചുകൂടെ തരണമായിരുന്നു എന്ന്. അള്ളാഹ് എന്ത് അഹങ്കാരമാണ് നമ്മൾ പടച്ച തമ്പുരാനോട് കാണിക്കുന്നത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ. ഈ അഹങ്കാരം അള്ളാഹുവിന് പൊറുക്കാനാകുമോ? നമ്മളോട് മറ്റുള്ളവർ അഹങ്കാരം കാണിക്കുമ്പോൾ, നമ്മുടെ പള്ളികൾ പൊളിക്കുമ്പോൾ, നമ്മുടെ പള്ളികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ലല്ലോ. അതൊരഹങ്കാരമല്ലേ? നമ്മൾ കാണിക്കുന്നതും അതുപോലൊരു അഹങ്കാരമല്ലേ അള്ളാഹുവിനോട്? അല്ലേ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഖറബുമാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ഫീഹി ദുആ. അള്ളാഹുവിനോട് ഒരാൾ ഏറ്റവും അധികം അടുക്കുന്നത് അവൻ്റെ സുജൂദിലാണ്, നിസ്കാരത്തിലാണ്.
അതുകൊണ്ട് നിങ്ങളതിൽ ധാരാളം ദുആ ചെയ്യുക. അള്ളാഹുവിടെ ഏറ്റവും വലിയ അടുത്ത് നിൽക്കുന്ന, തല പൊക്കി എപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന, സാധാരണഗതിയിൽ പൊക്കം മുകളിലോട്ട് നിൽക്കുമ്പോഴല്ലേ ആകാശത്തോട് കൂടുതൽ അടുപ്പം. അല്ല, എത്രയും ആ തല താണ് മണ്ണിനോട് പതിയുമ്പോഴാണ് അടുപ്പം കൂടുതലെന്ന്. വിനയവും വിധേയത്വവും കൂടുമ്പോൾ അടുപ്പം കൂടുന്നു. തല പൊങ്ങി നിൽക്കുമ്പോഴല്ല, ശിരസ് കുനിയുമ്പോഴാണ്, മണ്ണിൽ പതിയുമ്പോഴാണ്. അള്ളാഹു വിധേയത്വമാണ് ആഗ്രഹിക്കുന്നത്, അനുസരണമാണ് അബിദിൻ്റെത് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിനോട് അടുപ്പം. പൊങ്ങുമ്പോഴാണ് നമ്മുടെ കണക്കിലടുപ്പം, പക്ഷെ താഴുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കണക്കിലടുപ്പം. മനസ്സിലാക്കി നമ്മുടെ നമസ്കാരത്തെ പ്രയോജനപ്പെടുത്താൻ ഫഇന്നമാ യുനാജി റബ്ബഹു, നമസ്കാരത്തിൽ തൻ്റെ റബ്ബിനോട് അവൻ അഭിമുഖ സംഭാഷണത്തിൽ നിൽക്കുകയാ. പടച്ച തമ്പുരാനോട് അഭിമുഖം ചെയ്യാൻ അള്ളാഹ് തന്ന സുവർണാവസരം അതാണത്. അതുകൊണ്ട് ഫലാ യബ്സുഖന്ന ബൈന യദൈഹി, തൻ്റെ മുമ്പിൽ അവൻ തുപ്പരുത്, കഫൻ തുപ്പരുത്. വലാ യമീനിഹി, ഇടത്തും, വലത്തും, വലാ അൻ യസാരിഹി, ഇടത്തും. റവാഹുൽ ബുഖാരി. ഔ തഹത്ത ഖദമിഹി, കാലിൻ്റെ ചോട്ടിലും അവൻ തുപ്പരുത്. അള്ളാഹുവിനോടുള്ള മുനാജാത്തിലാണ്. ഓർമ്മയുണ്ടോ? അങ്ങനെ നാം ചിന്തിക്കാറുണ്ടോ? പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ റജബ് കൊണ്ട്, ഷഅബാൻ കൊണ്ട്, ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് ഷഅബാൻ മാസത്തിൽ, ഹദീസിൽ കാണാം നമുക്ക്, ഷഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന സല്ലല്ലാഹു അലൈഹി യസൂമു ഷഅബാന കുല്ലു, ഷഅബാൻ മുഴുവൻ നോമ്പ് വയ്ക്കുമായിരുന്നു. എന്തിനാ? ഈ ശരീരത്തിൻ്റെ അനുസരണത്തിൻ്റെ, അച്ചടക്കത്തിൻ്റെ പാകതകൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ വിധേയത്വത്തിലേക്ക് ആ ശരീരത്തെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് റമദാനെ ഉപയോഗിക്കണം. പൂർണ്ണ അനുസരണമുള്ള ശരീരം. മനസ്സിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. മനസ്സിനെ അനുസരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് സമയം പോലെ പിന്നീട് പറയാം. മനസ്സിനെയും ശരീരത്തെയും അനുസരണത്തിന് പാകപ്പെടുത്താൻ തന്നിരിക്കുന്ന റജബാണ്, തന്നിരിക്കുന്ന ഷഅബാനാണ്. അതുപയോഗിച്ചെങ്കിലേ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഗുണം കിട്ടൂ. അതുകൊണ്ടാണ് റമദാനൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പൊടി തട്ടിപ്പോക്കിൻ്റെ പരിപാടി, ആൾക്കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ കൂടുക. ഇബാദത്തിനാണ് ഊന്നൽ നൽകേണ്ടത്, അള്ളാഹുമായുള്ള ബന്ധത്തിനാണ് ഊന്നൽ നൽകേണ്ടത്, നമസ്കാരത്തിനാണ്, നോമ്പിനാണ് ഊന്നൽ നൽകേണ്ടത്, പള്ളിയിലുള്ള ഇരിപ്പിനാണ് ഊന്നൽ നൽകേണ്ടത്, ഇഅ്തികാഫിനാണ് ഊന്നൽ നൽകേണ്ടത്. അതിനൊക്കെ ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് ഈ ഉമ്മത്ത് പ്രവർത്തിക്കുമെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവരുടെ അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് ഉറപ്പ് തരികയാണ്. അതൊരു ഗ്യാരണ്ടിയാണ്. ഇത് ഏതെങ്കിലും മറ്റു ചിലരുടെ ഗ്യാരണ്ടികളല്ല, ഇത് അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹു നമുക്കതിൽ വിശ്വാസം തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വിശ്വാസങ്ങളില്ലാതെ അള്ളാഹുടെ ആളുകളായ ഞങ്ങൾക്ക് എന്താ ഗതികേടെന്നൊന്നും വെറുതെ ചിന്തിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, അള്ളാഹു നമുക്ക് ഇത്തരം ചില അറിവുകൾ തരുമാറാകട്ടെ. നമ്മുടെ മനസ്സും ശരീരവും വെറുതെ പടച്ചു തന്നതല്ല. അത്ഭുതകരമായി ഈ സൃഷ്ടിയെ അള്ളാഹു താല കൂട്ടിക്കൊണ്ടുപോകുന്നത് നാളെ സ്വർഗത്തിലേക്കാണ്. അതിൻ്റെ പാകതകൾ നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ സ്വർഗീയമായ പാകതയിലേക്ക് എന്താ ഒരൊറ്റ കാരണം? ഒരു കിബർ, ഒരു തള്ളിപ്പറയൽ കാരണമല്ലേ സ്വർഗത്തിൽ പടയ്ക്കപ്പെട്ട നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് നിഷ്കാസിതനാക്കിയത് അല്ലേ? അതിൻ്റെ പ്രായശ്ചിത്തമല്ലേ ഇവിടെ വിധേയത്വത്തിൻ്റെ, അച്ചടക്കത്തിൻ്റെ ഈ വലിയ പദ്ധതികൾ വെച്ച് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കിബിറിൻ്റെ കണിക പോലുമില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് സ്വർഗം നിനക്കും നിൻ്റെ മക്കൾക്കും ഉറപ്പ് തരാം എന്ന് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്. സ്വർഗം പരിശുദ്ധന്മാർക്ക് അവകാശപ്പെട്ടതാണ്, മാനസികമായ ശുദ്ധിയുടെ ഉടമകൾക്കുള്ളതാണ്, പവിത്രാത്മാക്കൾക്കുള്ളതാണ്, ശരീരം അതിന് അനുരോധമായി പോകുന്നവർക്കുള്ളതാണ്. ആ പദ്ധതിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിനാണ് ഈ പകലുദിക്കുന്നത്, അതിനാണ് ഈ സന്ധ്യകൾ അസ്തമിക്കുന്നത്, അതിനാണ് രാവുകൾ ഇരുളുന്നത്, അതിനാണ് ഈ വായുവും വെള്ളവും വെളിച്ചവും ഒത്താശ ചെയ്യുന്നത്. വെറുതെ ഒന്നുമല്ല ഇത്രയും വലിയ ആസൂത്രണങ്ങൾ, വലിയ പദ്ധതികൾക്ക് വേണ്ടി നമ്മെ അള്ളാഹു ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോധ്യം നമുക്ക് പരിശുദ്ധമായ റമദാനെക്കുറിച്ചും നമുക്ക് വിശുദ്ധ ഇസ്ലാം വെച്ച് തരുന്ന പരിശുദ്ധമായ പദ്ധതികളെക്കുറിച്ചും ഉണ്ടാകുമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം താനെ മാറും. നമ്മുടെ ജീവിതം മാറിയാൽ ലോകം മാറും. നമ്മുടെ ജീവിതം സ്വയം മാറിയാൽ ലോകം മാറിയേ തീരൂ. അള്ളാഹു അത്തരത്തിൽ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പരിശുദ്ധമായ റജബിനെയും ഷഅബാനെയും ഉപയോഗിച്ച് റമദാനെ അനുകൂലമാക്കി തീർക്കുന്ന ഭാഗ്യശാലികളിൽ നാളെ സ്വർഗത്തിൻ്റെ യഥാർത്ഥ യോഗ്യത നേടി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.